തമ്പുരാട്ടി രാവിലെ ഒരുങ്ങിക്കെട്ടി ഇറങ്ങിയല്ലോ. എവിടേക്കാടി ഇത്ര രാവിലെ? കോളേജിലേക്കാണോ? ആ, അതെ അമ്മേ. ഇന്നാ ഫസ്റ്റ് ഡേ. ഇവിടുത്തെ പണിയെല്ലാം ചെയ്ത് തീർത്തോടി? അതോ ഇനിയിപ്പോ വലിയ പഠിത്തക്കാരി ആയപ്പം ഇവിടുത്തെ പണിയൊന്നും ചെയ്യണ്ടെന്നാണോ നിന്റെ വിചാരം? ഞാൻ 4 മണിക്ക് എണീറ്റ് എല്ലാ പണിയും ഒതുക്കി അമ്മേ. ഇനി ഇവിടെ ഒന്നുമില്ല ചെയ്യാൻ. ഞാൻ കോളേജിൽ പോയാലും ഇവിടുത്തെ കാര്യങ്ങളൊന്നും മറക്കത്തില്ല. എല്ലാം ചെയ്തു വെച്ചിട്ടേ പോകത്തുള്ളൂ. അങ്ങനെയായാ നിനക്ക് നല്ലത്. നിന്നെ ഞാൻ ഒരിക്കലും എന്റെ മരുമകളായിട്ട് കണ്ടിട്ടില്ല. കേവലം വെറും പൈസ കൊടുത്ത് വാങ്ങിച്ചൊരു വേലക്കാരിയാണ് നീ, എന്റെ അടിമ. അറിയാം അമ്മേ, ഈ ജാനകി ഒന്നും മറന്നിട്ടില്ല. എന്നിട്ടാണോടി നീ എന്റെ മോനോട് പറഞ്ഞിട്ട് നീ പഠിക്കാൻ പോകുന്നത്? നിനക്ക് എന്തുമാത്രം ധൈര്യം ഉണ്ടായിട്ടായിരിക്കോടി നീ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത്? അനന്തുമോനൊരു പാവമാ. അവൻ ആരെ കണ്ടാലും സഹതാപം മാത്രമേ ഉള്ളൂ. അതേപോലെ ഒന്ന് മാത്രമേ നിന്നോട് അവനും ഉള്ളൂ. അല്ലാതെ ഇതൊക്കെ കണ്ടിട്ട് അവന് നിന്നോട് ഇഷ്ടമാണെന്നൊന്നും നീ തെറ്റിദ്ധരിച്ചേക്കരുത്. ഇവിടെ മരുമകളായിട്ട് വാഴാന്നുള്ള തെറ്റിദ്ധാരണ ഒന്നും നിനക്ക് വേണ്ട. നീ അങ്ങനെ മനക്കോട്ട കെട്ടുകയും വേണ്ട. അതിനീ ഞാൻ സമ്മതിക്കത്തുമില്ല. ഇല്ലമ്മേ, ഞാൻ അർഹിക്കാത്തതൊന്നും ആഗ്രഹിക്കില്ല. അമ്മയുടെ വാക്ക് ധിക്കരിച്ച് ഒന്നും ചെയ്യത്തുമില്ല. എന്റെ സ്ഥാനം ഞാൻ മറന്നിട്ടില്ലമ്മേ. എന്റെ മോനെ വെറുപ്പിക്കാൻ പറ്റാത്തോണ്ട് മാത്ര നീ ഇന്നിപ്പോ ഇവിടുന്ന് പഠിക്കാനായിട്ട് ഇറങ്ങുന്നത്. നീ അധികകാലം പഠിക്കാൻ പോകുമെന്ന് വിചാരിക്കണ്ട. എത്രയും പെട്ടെന്ന് ഇതിനൊരു തടയിടേണ്ടത് എങ്ങനെയാന്നേ എനിക്ക് നന്നായിട്ടറിയാം. തൽക്കാലം ഇപ്പൊ നീ പൊക്കോ.